നീട്ടിക്കൊണ്ടുപോകാതെ കാര്യത്തിലേക്ക് കിടക്കച്ചോ. അല്ലേലും ഇങ്ങേരുടെ നാവിന് പണ്ട് തൊട്ടേ ഇച്ചിരി നീള കൂടുതലാ. ഇത്തിരി നീള കൂടുതലാ. അത് പണ്ടേ നിന്റെ അമ്മച്ചി ത്രേസ്യമ്മ പറയുമായിരുന്നു. പക്ഷെ നിന്റെ കൂട്ട് ആരെ നക്കിക്കൊല്ലുന്ന പരിപാടി അച്ഛനില്ല. പിതാവിന്റെ സർക്കുലർ പ്രകാരം പള്ളി സംബന്ധമായ ചടങ്ങുകളും വിവാഹ ചടങ്ങുകളും അല്ലാതെ മറ്റൊരു ചടങ്ങും ഒരു വീട്ടിലും നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മറിച്ച് ആർക്കും ആക്ഷേപമില്ലാത്ത അവസ്ഥയിൽ അത് തുടരാമെന്നും പറയുന്നു. ആ പറച്ചിലൊന്നും ഇനി വേണ്ട. ഇനി മയിലാടുകര ക്ഷേത്രത്തിലേക്ക് കളപ്പുരിക്ക തറവാട്ടിന്ന് വാളും വിളക്കും എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. അച്ചോ, ഇതൊരു ദേശത്തിന്റെ പകുതിയിലധികം വരുന്ന ആളുകളുടെ വിശ്വാസാനുഷ്ഠാനങ്ങളുടെ പ്രശ്നമാണ്. വിശ്വാസം അങ്ങനെ രണ്ട് വള്ളത്തേലും കാലി ചവിട്ടിയുള്ള വിശ്വാസം ഇനി വേണ്ട. എടോ ചാക്കോ, കർത്താവ് പറഞ്ഞ ചുങ്കക്കാരൻ മത്തയെക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? നാട്ടിലുള്ള സാധുക്കളുടെ കിടപ്പാളത്തിന്റെ ആധാരവും അവരുടെ കിണ്ടിയും മൊന്തയും വരെ പണയമായി എടുത്ത് നക്കാപ്പിച്ച കാശും കൊടുത്ത് അവസാനം വരെ പെരുവഴിയിൽ ഇറക്കി വിടുന്ന നിന്നെ പോലുള്ള വാളി ചാക്കോമാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ വിശ്വാസം, അതേക്കുറിച്ച് മാനുഷികമായ ഒരു ചിന്താഗതിയുണ്ട്. ക്രിസ്തുവും ബുദ്ധനും നബിയും ശിവനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും ധ്യാനത്തിലിരിക്കുന്നു. അവരൊക്കെയും ധ്യാനിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഒക്കെയായി സർവ്വചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ എന്റെ പിതാവ് എന്ന് കർത്താവ് വിളിച്ചു, ഹംസരൂപി എന്ന് ഹിന്ദുക്കൾ വിളിച്ചു, ബ്രഹ്മമാണെന്ന് ബുദ്ധന്മാർ പറഞ്ഞു, അള്ളാ എന്ന് നബി തിരുമേനി വിളിച്ചു. പക്ഷേ പറഞ്ഞതെല്ലാം ഒന്നു തന്നെയാണ്, തത്വമസി. അത് നീ തന്നെയാണ്. നിന്റെ പാണ്ഡിത്യം വിളമ്പാനുള്ള വേദി അല്ലടാ ഇത്. അറിയാവടാ, എരുമയുടെ എങ്ങാണ്ട് അമരവശം വായിച്ചിട്ട് എന്താ പ്രയോജനം? എന്നാ കേട്ടോ, ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം കളപ്പുരയ്ക്ക് കുടുംബത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും ഇവിടെ ഇന്നലെ വരെ നടന്ന എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നടത്തും. പിന്നെ എടാ ചാക്കോ, പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ച് നീ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് ജോബിന് മനസ്സിലാവും. നീ ആ കൈയെടുത്ത് വെട്ടുന്നതിന് മുമ്പ് നിന്റെ കൈ ഞാൻ വെട്ടും. കാണാം. ഞൊട്ട് ഒന്ന് പോടാ.